നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2026 വർഷഫലത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഈ വർഷഫലത്തെക്കാൾ ഉപരി ഉത്രം നക്ഷത്രക്കാര് 2026 വർഷത്തില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തില് വളരെയധികം സമാധാനവും സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മളുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ്. നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ചെയ്യുക. സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് ഉത്രം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നോക്കി അപഗ്രഥിച്ചെടുത്ത ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഉത്രം നക്ഷത്രക്കാരെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഉത്രം നക്ഷത്രക്കാരുടെ പക്ഷി കാക്കയാണ്. ഇവരുടെ വൃക്ഷം അത്തിയാണ്. അതുകൊണ്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും അത്തി മരം നമ്മളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ ദേവൻ എന്ന് പറയുന്നത് മഹേശനാണ്. മഹേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ശുഭകരമാണ്. നിങ്ങൾക്ക് പൊതുവായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന നിറങ്ങള് ഓറഞ്ച്, പച്ച, ചുവപ്പ്, വെള്ള, മഞ്ഞ എന്നീ നിറങ്ങളാണ്. ഇത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തുകയോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഈ നിറങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇനിയും ഫലത്തിലേക്ക് കടക്കാം. ഈ ഉത്രം നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമായിട്ടാണ് കണ്ടുവരുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വളരെയധികമുള്ള പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമോ ആഭരണമോ ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് അലസത കൂടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ അലസരായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. പൊതു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതാണ്. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമാകും. വളരെയധികം ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള താല്പര്യമൊക്കെ നിങ്ങൾ കാണിക്കും. എന്നാൽ ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാനായിട്ട് മറ്റുള്ളവരെ തള്ളി പറയുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ജനുവരി 1, 5, 8, 15, 18, 21, 27 തീയതികളും ഫെബ്രുവരി 1, 3, 7, 14, 25, 27 തീയതികളും വളരെ ശുഭകരമാണ്. മാർച്ച്, ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നതാണ്. തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. എന്നാൽ ചില സുഹൃത്തുക്കളൊക്കെ പ്രതിയോഗികളായിട്ട് മാറുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതാണ്. തൊഴിലിലൊക്കെ വളരെയധികം ലാഭം ലഭിക്കുന്നതാണ്. ബിസിനസ് പരമായിട്ടും നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. വാഹനഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തെല്ലാം നിങ്ങൾക്ക് ഉയർച്ചയാണ് കാണുന്നത്. പുതിയ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ്. മാർച്ച് 2, 7, 12, 15, 27 തീയതികളും ഏപ്രിൽ 4, 6, 17, 30 തീയതികളും വളരെ ശുഭകരമാണ്. മെയ്, ജൂൺ മാസത്തില് നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതാണ്. സാംസ്കാരിക കാര്യങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ്. എന്നാൽ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റമാണ് കാണുന്നത്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമാണ്. കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് ശുക്രന്റെയും ചന്ദ്രന്റെയും അനുഗ്രഹമുള്ള ഒരു സമയമാണിത്. ധനയോഗം കൂടുതൽ ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഈ
സമയവും അന്യദേശത്തു നിന്നുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുവാനുള്ള ഇട നിങ്ങൾക്ക് കാണുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ദാമ്പത്യ ജീവിതത്തില് വലിയൊരു വഴിത്തിരിവ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നല്ലൊരു മാറ്റമായിരിക്കും അത് കൊണ്ടുവന്നു തരുന്നത്. വ്യാപാര സംബന്ധമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ബിസിനസ് പരമായിട്ടുള്ള യാത്രകളൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. മെയ് 1, 4, 5, 11, 24, 27 തീയതികളും ജൂൺ 5, 8, 9, 12, 19, 22 തീയതികളും വളരെ ശുഭകരമാണ്. ഈ സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ധനവരവ് വളരെയധികം ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ഇരട്ടി ഫലം ലഭിക്കുന്നതിനായിട്ട് അത് സഹായകരമാകും. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കൊരു ചതുർഗ്രഹ യോഗമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ചില നിരാശാബോധമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിക്കിട്ടുന്നതാണ്. ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. മാതാപിതാക്കളുടെയൊക്കെ സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ചിലവുകൾ അധികരിക്കുന്നുണ്ട്. ആഡംബര വസ്തുക്കൾക്കായിട്ട് നിങ്ങൾ ചിലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അടുത്തു കൂടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ചാണ് ഇവര് അടുത്തു കൂടുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അനാവശ്യമായിട്ട് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അതൊരു പേരുദോഷത്തിന് കാരണമാകുന്നുണ്ട്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഈ സമയം ദുർഗാദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ജൂലൈ 2, 7, 12, 18, 21, 27 തീയതികളും ഓഗസ്റ്റ് 4, 10, 13, 21, 28 തീയതികളും വളരെ ശുഭകരമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെയേറെ മേന്മയുള്ള ഒരു സമയമാണ്. ഉപരിപഠനമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനമൊക്കെ സാധിക്കുന്നുണ്ട്. പുതിയ ബന്ധങ്ങളിലൊക്കെ ചെന്ന് നിങ്ങൾ പെടുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയസാബല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ദൗത്യമൊക്കെ ഏറ്റെടുക്കുന്നതാണ്. അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വിട്ടുവീഴ്ചയ്ക്കൊക്കെ നിങ്ങൾ തയ്യാറാകുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗം അതേതായിരുന്നാലും അതിൽ വൻ പുരോഗതി കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് വൻ പുരോഗതി ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവർക്കും കാലം വളരെ അനുകൂലമാണ്. ആരോപണങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ചില അപകടങ്ങളൊക്കെ വരാനിരുന്നത് അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം നിങ്ങൾക്കതൊക്കെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. വ്യവസായങ്ങളിലൊക്കെ വൻ ലാഭം ഉണ്ടാകുന്നുണ്ട്. ഈ ഉത്രം നക്ഷത്രക്കാരുടെ ഒരു ഫലം എടുത്തു പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വർഷം 3 തവണയോളം നിങ്ങൾക്ക് വിവാഹ യോഗം കാണുന്നുണ്ട്. ഇതില് തീർച്ചയായിട്ടും വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹം നടക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജോലിയുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സെപ്റ്റംബർ 8, 9, 12, 14, 17, 25 തീയതികളും ഒക്ടോബർ 3, 8, 19, 21, 27, 30 തീയതികളും വളരെ ശുഭകരമാണ്. ഈ സമയത്ത് ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വാഹന യോഗമൊക്കെ കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പ്രയാസം കൂടാതെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പൊരുത്തക്കേടുകളെല്ലാം മാറിക്കിട്ടുന്നുണ്ട്. എന്നാൽ ചില ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വിയോഗം മനോദുഃഖത്തിന് ഇടയുണ്ടാക്കുന്നുണ്ട്. ആത്മാർത്ഥത കാണിച്ച് അടുത്തു കൂടുന്നവരൊക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാലമായിട്ട് അകന്നു നിന്നിട്ട് അടുത്തു കൂടുന്നവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദേവീപ്രീതി സമ്പാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സർവ്വദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2026 വർഷം ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. സാമ്പത്തികപരമായിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെ മാറ്റമുള്ള ഒരു സമയമാണ്. മനസമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് അകന്നു നിന്നിരുന്ന ചില ആളുകൾ അടുത്തു കൂടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അവര് നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കുക. അവർക്കായിട്ട് അധികം സാമ്പത്തികം ചെലവാക്കാതിരിക്കുക. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്.
നവംബർ 7, 13, 15, 18, 26, 29 തീയതികൾ വളരെ ശുഭകരമാണ്. ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ 8, 12, 14, 15, 25 തീയതികളും വളരെ ശുഭകരമാണ്. ഈ മേൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ആചാര്യന്മാർ ഉത്തരം നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പൊതുഫലങ്ങളാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും അനുഭവവേദ്യമാകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുവാൻ മറക്കരുത്. ഒരാൾക്കെങ്കിലും അത് നടത്തുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, അന്യമതത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? നമ്മൾ പല മൂർത്തികളെയും പ്രാർത്ഥിക്കുവാനും പൂജിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.